ഭിന്നശേഷിക്കാരനായ മകന്റെ പേരിൽ ഉദ്യോഗസ്ഥൻ വ്യാജരേഖ ചമച്ചുന്ന പരാതിയിൽ പിതാവ് 2 വർഷമായി നിയമപോരാട്ടത്തിൽ. കോഴിക്കോട് നന്മണ്ട സ്വദേശി ശശികുമാറാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട നിയമപോരാട്ടം തുടരുന്നത്. നിയമസഹായം നൽകുന്നതിൽ ലീഗൽ സർവീസസ് അതോറിറ്റി അലംഭാവം കാണിക്കുകയാണെന്നും ശശികുമാർ ആരോപിക്കുന്നു. സെറിബ്രൽ പാൾസി ബാധിതനാണ് നന്മണ്ട സ്വദേശി ശശികുമാറിന്റെ മകൻ സൂര്യദേവ്. സൂര്യദേവിന് കോഴിക്കോട് ചേളന്നൂർ BRCയിൽ നിന്ന് 2017-18 വർഷം നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് വീൽ ചെയർ നൽകിയിരുന്നു. വലിപ്പ പ്രശ്നം അറിയിച്ചതോടെ ഇത് അധികൃതർ തിരിച്ചെടുത്തു. പിന്നീട് പകരം തരാമെന്നായിരുന്നു വാഗ്ദാനം. നാളിതുവരെ വീൽ ചെയർ നൽകിയില്ല. ഫിസിയോതെറാപ്പി ചെയ്തതായി വ്യാജരേഖ ചമച്ചതായും ആരോപണമുണ്ട്. കക്കോടി ചേർന്ന ഒരു BRCക്കാർ ഒരു വ്യാജരേഖ ഉണ്ടാക്കി ഇവന് തരാതെ തന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു രക്ഷിതാവിൻ്റെ ഒപ്പ് എൻ്റെ ഇട്ടു. ഫിസിയോതെറാപ്പി ചെയ്ത് കൊടുത്തുമ്പോൾ ഒരു ദിവസം 2 പ്രാവശ്യം ഫിസിയോതെറാപ്പി ചെയ്തായിട്ട് വ്യാജ ഒപ്പിട്ട് 2 തവണ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വിവരാവകാശ രേഖകൾ സഹിതം ബന്ധപ്പെട്ട വകുപ്പുകളിലും പോലീസിലും പരാതി നൽകി. എന്നാൽ നീതി കിട്ടിയില്ല. ഒടുവിൽ കോടതിയെ സമീപിക്കാനാണ് സൗജന്യ നിയമസഹായത്തിനായി ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിച്ചത്. 1 തവണ അഭിഭാഷകരെ അനുവദിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാണ് പരാതി. ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിച്ചു, പിന്നെ DGPനെ സമീപിച്ചു. ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല. ഒപ്പിൻ്റെ ആധികാരികത മനസ്സിലാക്കാനോ ഒന്നും പോലീസ് തയ്യാറാകുന്നില്ല. ഞാൻ ഒരു വിവരാശം ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. ആദ്യത്തെ 2 വക്കീൽ പിന്മാറിയെന്നെ എന്ത് നിയമ നടപടി എടുത്തെന്ന് ചോദിച്ചിട്ട് വിവരാശം കൊടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടി വേണമെന്നും കേസ് നടത്തിപ്പിന് അഭിഭാഷകനെ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ശശികുമാർ ജില്ലാ ലീഗൽ സർവീസ് ചെയർമാനും പരാതി നൽകിയിട്ടുണ്ട്. നീതി തേടി 2023 ആരംഭിച്ച നിയമ പോരാട്ടം ശശികുമാർ ഇപ്പോഴും തുടരുകയാണ്. മീഡിയ 1 കോഴിക്കോട്.